ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിവിന്റെ പേടകത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയെ വിലയിരുത്തുക കേട്ടോ. വിരിപ്പ് ശരത്കാല കൃഷി എന്നറിയപ്പെടുന്നു. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിളയിറക്കുന്നത്. ശരിയാണോ? ആണോ? ആണ്. മുണ്ടകൻ കൃഷി രീതിയിലാണ് ശീതകാല കൃഷി എന്നറിയപ്പെടുന്നത്. മുണ്ടകൻ കൃഷി രീതിയാണ് ശീതകാല കൃഷി എന്നറിയപ്പെടുന്നത്. അല്ലെ? ശരിയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മുണ്ടകൻ വിളവെടുക്കുന്നത്. ശരിയാണ്. വേനൽക്കാല കൃഷിയെ പുഞ്ച എന്നറിയപ്പെടുന്നു. അല്ലേ? വേനൽക്കാല കൃഷിയാണ് പുഞ്ച എന്ന് പറയുന്നത്. പുഞ്ച കൃഷി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മുണ്ടകൻ വിളവെടുക്കുന്നത്. അപ്പൊ എന്താണ്? എല്ലാ 1, 2, 3, 4 ശരിയാണ്. അല്ലെ? ഈ പറയുന്ന പുഞ്ചകൃഷി എന്ന് പറയുന്നത് നമ്മൾ വേനൽക്കാല കൃഷിയാണ് എങ്കിലും വൃശ്ചികം, ധനു, മകരം മാസങ്ങളിലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അതിന്റെ വിളവെടുക്കുന്ന കാലമാണ് ഏതെന്ന് പറയുന്നത്? മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, വിള ഇറക്കുന്ന മാസം അല്ല കേട്ടോ. സോറി, 5ാമത്തെ പ്രസ്താവന തെറ്റാണ്. വിള ഇറക്കുന്നതല്ല. എന്താണ്? വിളവെടുക്കുന്ന കാലമാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ വിളവെടുക്കുന്നത് മാർച്ച്. വിളവെടുക്കുന്ന മാസം മാർച്ച് ഏപ്രിൽ എന്നുള്ളതാണ് കേട്ടോ. അതെ, നമ്മുടെ 1, 2, 3, 4 ശരിയാണ്. 5 എന്താണ്? വിള ഇറക്കുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ വായിക്കുക കേട്ടോ. വിളവ് എടുക്കുന്നതാണ് കേട്ടോ, വിള ഇറക്കുന്നതല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈറസുകളെ കുറിച്ച് നൽകിയ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. വൈറസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസുകൾക്ക് ഉള്ളത്. പറഞ്ഞേ. അല്ലെ, ഒരു പ്രോട്ടീനകത്ത് എന്താണ്? DNA അല്ലെങ്കിൽ RNA തന്മാത്ര ഉൾക്കൊള്ളുന്ന ഘടനയാണ് വൈറസുകൾക്കുള്ളത് എന്ന് പറയുന്നു. ശരിയാണ്. വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു. ആണോ? ഇല്ല. വൈറസുകളിൽ കോശാംഗങ്ങളുണ്ടോ? ഇല്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസ് പെരുകുന്നത്. ശരിയല്ലേ? അതെ അല്ലെ? അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ അതിന് ജീവൻ ഉണ്ടാവൂ. വൈറസിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലെ? അതിനല്ലാതെ പുറത്തു നിൽക്കുന്ന സമയത്ത് അതിന് വിഭജിക്കാൻ സാധിക്കുമോ? ഇല്ല. ഏതെങ്കിലും ഒരു കോശത്തിനകത്ത് കയറി ചെന്ന ശേഷം മാത്രമേ അതിന് വിഭജനം പോലെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് അതിന് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസുകൾ ബാധിക്കാറില്ല. അല്ലെ? വൈറസ് പോലെയുള്ള സൂക്ഷ്മജീവികളെ ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മജീവികളെ വൈറസ് ബാധിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. എന്നാണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതാണ് തെറ്റ്? 2ഉം 4ഉമാണ് തെറ്റ്. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3 ശരിയാണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള വനം വകുപ്പിന്റെ ആദ്യ മ്യൂസിയം ആരംഭിച്ചത് എവിടെ? എവിടെയാണ്? കുളത്തൂപ്പുഴയാണ്. എവിടെയാണ്? കുളത്തൂപ്പുഴയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടമാണ് എവിടെയുള്ളത്? നമ്മുടെ നിലമ്പൂരുള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ? റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചിയാണ് അല്ലെ? പീച്ചിയാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മ്യൂസിയം ആണെങ്കിൽ അത് കുളത്തൂപ്പുഴയാണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? കോട്ടയമാണ്. ഫോറസ്റ്റ് അക്കാദമി ആണെങ്കിൽ അത് അരിപ്പ, തിരുവനന്തപുരമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് കോട്ടയമാണ്. ഫോറസ്റ്റ് അക്കാദമി ആണെങ്കിൽ അത് അരിപ്പയാണ്. അടുത്ത ചോദ്യം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഏതാണ്? ഈ സെൻട്രോസോം, ലൈസോസോം എന്നിതൊക്കെ എന്താണ്? ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ് അല്ലെ? സെൻട്രോസോം,
സെൻട്രോസോം എവിടെയാണ്? ജന്തുകോശങ്ങളിൽ മാത്രം. ഈ മൈറ്റോകോൺട്രിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? എന്താണ്? ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോകോൺട്രിയ അല്ലെ? നമ്മുടെ എന്താണ്? ഓക്സിജനും പോഷക ഘടകങ്ങളും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. റൈബോസം എന്താണ്? പ്രോട്ടീൻ ഫാക്ടറി ആണ് അല്ലെ? പ്രോട്ടീൻ ഫാക്ടറി ആണ്. ഇതാണ് എന്ത്? ഊർജ്ജ നിലയം അല്ലെ? ഊർജം എന്ന് പറയുന്നത്. മർമ്മം പിന്നെ അറിയാം അല്ലെ? മർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് ഞാൻ എടുത്ത് പറയേണ്ടി വരുന്നില്ല. ഈ പറയുന്ന കോശ കേന്ദ്രമുണ്ട് അല്ലെ? നമ്മുടെ മർമ്മം, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഉള്ളവയെ നമ്മൾ എന്തെന്ന് പറയും? ഉള്ള ജീവികളെ നമ്മൾ എന്തെന്ന് പറയും? യൂകാരിയോട്ടുകൾ എന്ന് പറയും. കോശമർമ്മം ഇല്ലാത്ത ജീവികളെ നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന് പറയും. ഓക്കെ, then അടുത്ത പറയട്ടെ. നമ്മുടെ അടുത്ത ചോദ്യം 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ കണ്ടെത്തുക. രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ശരിയാണോ? ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയമാണ് 2 മുതൽ 5 മിനിറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ശരിയാണോ? അല്ല, 3 to 8 മിനിറ്റ് ആണ്. SCERT-യിൽ പക്ഷെ അത് 8 മുതൽ 15 മിനിറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. then ബ്ലഡ് ബാങ്കിൽ രക്തം എന്താണ്? താപനില, രക്തം സൂക്ഷിക്കുന്ന താപനില എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 3 അല്ല, എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ആരാണ്? രക്തം തന്നെയാണ്. അപ്പൊ ഏതാണ് ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ? 1 ഉം 4 ഉമാണ് ഏതെന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? then രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു എന്നാണ് ചോദിക്കുന്നതെങ്കിലോ? ധാതു ചോദിക്കുന്നെങ്കിൽ അത് ഏതാണ്? കാൽഷ്യം ആണ്. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ആണെങ്കിൽ അത് കാൽഷ്യം ആണ്. then രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ജീവകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വൈറ്റമിൻ കെ ആണ്. പിന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, ധാതു ചോദിക്കാം, ജീവകം ചോദിക്കാം. പിന്നെ ഏതാണ് ചോദിക്കാനായിട്ട് സാധിക്കുക? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ മാംസ്യം, പ്രോട്ടീൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, പ്രോട്ടീൻ ആണെങ്കിൽ അത് ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഏതാണ്? ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. പെയിൻ കില്ലർ ബാധിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് തലാമസ് ആണ്. അതായത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നൊക്കെയാണ് ചോദ്യമെങ്കിൽ അത് തലാമസ് പറയാം. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ആവേഗങ്ങളെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടത്തിവിടുന്നതും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ നമ്മുടെ സെറിബ്രത്തിലേക്ക് കടത്തിവിടുന്നതും ആരാണ്? നമ്മുടെ തലാമസ് ആണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. അത് ഹൈപ്പോതലാമസ് എന്നുള്ളതാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. സാധാരണ സ്ഥിതി നിലനിർത്തുന്ന ഭാഗവും ഏതാണ്? സെറിബ്രമാണ്. നമ്മുടെ സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയുടെയും നമ്മുടെ എല്ലാ വികാരങ്ങളുടെയും എല്ലാം കേന്ദ്രമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് സെറിബ്രം എന്ന് പറയുന്നത്. മടക്കുകളും ചുളിവുകളും ഒക്കെ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രമാണ്. സെറിബെല്ലം എന്തൊക്കെയാണ് സവിശേഷത? മദ്യം ബാധിക്കുന്ന അവയവം, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു അല്ലെ? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം. then പിന്നെന്താണ് വരുന്നത്? ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. ശരീരത്തിന്റെ തുലന നില നിയന്ത്രിക്കുന്നതും ആരാണ്? സെറിബെല്ലമാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവിന് കാരണമായ രോഗം ഏത്? രക്തത്തിൽ
ഈ പറയുന്ന കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം കോച്ചി വലിവിന് കാരണമാകുന്നത് ഏത് രോഗമാണ്? അതാണ് എന്തെന്ന് പറയുന്നത്? ടെറ്റനി എന്ന് പറയുന്നത്. ഇതിലെവിടെയാണ് ടെറ്റനി? ഓപ്ഷൻ ബി ആണ് എന്ത്? ടെറ്റനി എന്ന് പറയുന്നത്. കോച്ചി വലിവ് അല്ലെ? ഈ പറയുന്ന കാൽഷ്യത്തിന്റെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നതുണ്ടല്ലേ, എന്താണ്? കാൽസിറ്റോണിനും പാരാത്തോർമോണും. കാൽസിറ്റോണിനും പാരാത്തോർമോണും ആണ് കാൽസ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഏറ്റക്കുറച്ചിലുകളിൽ എന്താണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ആണോ? നമ്മുടെ ശരീരത്തിൽ കൃത്യമായ അളവിൽ കാൽഷ്യം വരുന്നുണ്ടല്ലേ. അപ്പൊ ഈ പറയുന്ന കാൽഷ്യം എത്രയാണ് ശരിക്കും വേണ്ടതെന്നറിയാവോ? കാൽഷ്യത്തിന്റെ അളവ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ബ്ലഡിൽ കൂടി എന്നിരിക്കട്ടെ. അങ്ങനെ കൂടിയ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ കാൽസിറ്റോണിൻ ഈ ബ്ലഡിലുള്ള കാൽസ്യത്തിനെ എല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ബോണിലേക്ക് റീസ്റ്റോർ ചെയ്യും അല്ലെ, സംഭരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്യും. അതാണ് കാൽസിറ്റോണിൻ. അതേപോലെ തന്നെ ബ്ലഡിൽ നമ്മുടെ കാൽസ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലുകളിൽ നിന്നും കാൽസ്യത്തെ എവിടത്തേക്ക് എടുക്കും? ബ്ലഡിലേക്ക് എടുക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പാരാത്തോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യം. CT സ്കാൻ ചേരുംപടി ചേർക്കുകയാണ്. CT സ്കാൻ ഉണ്ട്, EEG ഉണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്, MRI ഉണ്ട്, ബുദ്ധി അളക്കുന്ന ഏകകം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ബുദ്ധി അളക്കുന്ന ഏകകം IQ ആണ്. ബാക്കി പറഞ്ഞേ നോക്കട്ടെ. ഒന്ന് CT സ്കാൻ ആരാണ്? ഹൗൺസ് ആണ് അല്ലെ. CT സ്കാൻ ഗോഡ്ഫ്രൈ ഹൗൺസ് ആണ് അല്ലെ. CT സ്കാൻ ഒക്കെ എടുക്കണം പറഞ്ഞാല് ദൈവമേ വിളിക്കൂലേ നമ്മൾ? ഓ മൈ ഗോഡ് വിളിക്കും. EEG എന്തിനു വേണ്ടിയാണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെയാണ് നോക്കുന്നത്. എന്താണ്? ഹാൻസ് ബെർജർ ആണ്. MRI എന്തിനു വേണ്ടിയാണ് അല്ലെ? MRI സ്കാനിങ് എടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നൊക്കെ പറയും. റേമൻ വഹാൻ ആണ്. ഓക്കെ. അപ്പൊ 1 C, 2 A, 3 D, 4 B എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേര് എന്ത്? കേരള ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? ഏതാണ്? മൃതസഞ്ജീവനിയാണ് അല്ലെ. ഏതാണ്? മൃതസഞ്ജീവനിയാണ്. ഏത്? കേരള ഗവൺമെന്റിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ശരി. ഈ സമാശ്വാസം എന്തുമായി ബന്ധപ്പെട്ടതാന്ന് പറയാവോ? സമാശ്വാസം ലാലേട്ടനാണ് അല്ലെ. സമാശ്വാസം പദ്ധതി ഡയാലിസിസ് വിധേയമാകുന്ന രോഗികൾക്കുള്ള സഹായ പദ്ധതി അല്ലേ അത്? അതെ, ഡയാലിസിസ് ഉള്ളവർക്കുള്ള സഹായ പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ആയുർദളം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാശ്വാസം നമ്മൾ പറഞ്ഞു ഡയാലിസിസ് രോഗികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് ആയുർദളം. ഏതാണ്? ആയുർദളം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗികളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതാണുക്കൾ ഏതെല്ലാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രോഗാണുക്കൾ ഏതെല്ലാം? ഏതാണ്? ഈ ഫാഗോസൈറ്റ്സ് എന്ന് പറയൂലേ നമ്മൾ വിഴുങ്ങി നശിപ്പിക്കുന്നവയെ. എന്താണ്? ന്യൂട്രോഫില്ലും മോണോസൈറ്റും. ഏതാണ്? ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ് ഏത്? ഫാഗോസൈറ്റ്സ് അഥവാ വിഴുങ്ങി നശിപ്പിക്കുന്നവ അല്ലെ. ഈ പറയുന്ന പ്രവർത്തനത്തെ ഫാഗോസൈറ്റോസിസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏത്? ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കടിച്ചു മുറിക്കാനാണ്. ഏതാണ്? കടിച്ചു കീറാനാണെങ്കിൽ അത് കോമ്പല്ലാണ്. ശരി. ഏതാണ്? കടിച്ചു മുറിക്കാനാണെങ്കിൽ അത് ഉളിപ്പല്ലാണ്. കടിച്ചു കീറാനാണെങ്കിൽ കോമ്പല്ലും, കടിച്ചു മുറിക്കാനാണെങ്കിൽ ഉളിപ്പല്ലും. ഉളിപ്പല്ലുകളുടെ എണ്ണം 8, കോമ്പല്ലുകളുടെ എണ്ണം 4 ആണ്.
തെറ്റിക്കരുത്. കോമ്പല്ലുകളുടെ എണ്ണം 4 ആണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. ഓക്കെ. ചവർണകവും അഗ്രചർണകവും എന്തിനു വേണ്ടിയാണ്? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അല്ലെ? 12 എണ്ണമാണ് ചവർണകം ഉണ്ടാവുക. അഗ്രചർണകം 8 എണ്ണം ഉണ്ടാകും. മൊത്തത്തിൽ 32 എണ്ണം. അല്ലേ? ശരി. 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണേ. ശരി. അടുത്ത ചോദ്യം. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഏതാണ്? നമ്മുടെ വാസോപ്രസിൻ ആണ് അല്ലെ? വൃക്കയിൽ പുനരാഗിരണത്തിന് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓക്സിറ്റോസിൻ എന്താ? വാസോപ്രസിൻ നമ്മുടെ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. അപ്പൊ ഈ വാസോപ്രസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് പുനരാഗിരണം നടക്കുകയും ഇതിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു അല്ലെ? അപ്പൊ ഈ ശരീരത്തിന്റെ ജലം ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഓക്സിറ്റോസിൻ എന്താ? ഓക്സിറ്റോസിൻ എന്താ? ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും അതായത് സുഖപ്രസവത്തിന്റെ സമയത്ത് നമ്മുടെ ഈ യൂട്രസ് അല്ലെ ഇങ്ങനെ കംപ്രസ് ചെയ്യണം. ആ കംപ്രഷനൊക്കെ സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് അല്ലെ? ആ സമയത്ത് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഇടും. ഇതിന്റെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഇടും. ഇനി ഇരുട്ടിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിന്റെ താളക്രമം നിയന്ത്രിക്കാനും ഉറക്കത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഓക്കെ. ശരി. ചുവടെ നൽകിയവയെ നിലവിൽ വന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ശരി. ഇന്ത്യൻ വനനിയമം പറഞ്ഞേ. ഇന്ത്യൻ വനനിയമം 27 ആണ്. പ്രൊജക്ട് ടൈഗർ 73 ആണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം 86 ആണ്. ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം 2002 ആണ്. വനസംരക്ഷണ നിയമം 1980 ആണ്. അല്ലേ? അപ്പൊ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ. ഇന്ത്യൻ വന നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? വനഭൂമി സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ? 1927 സെപ്റ്റംബർ എപ്പോഴാണെന്നറിയാവോ? 27 സെപ്റ്റംബർ 1 ഇതെന്ത് വരുന്നത്? നിലവിൽ വരുന്നത്. പ്രൊജക്ട് ടൈഗർ എന്തിനു വേണ്ടിയാണ്? 1973 വന്നെന്ന് പറഞ്ഞു അല്ലെ? എന്തിനു വേണ്ടിയാ വന്നേ? കടുവകളുടെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. 1973 ഏപ്രിൽ 1 ഈ പദ്ധതി ആരംഭിക്കുന്നത്. എവിടെയാണെന്നറിയാവോ? എവിടെയാണ് ആരംഭിച്ചെന്നറിയാവോ? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റിലാണ്. എവിടെയാണ്? ജിം കോർബറ്റ് അല്ലെ? കേട്ടിട്ടുണ്ടാവും. ജിം കോർബറ്റിലാണ് ഇത് ആദ്യമായി ആരംഭിച്ചത്. ദെൻ അന്താരാഷ്ട്ര കടുവാ ദിനം എപ്പോഴാണ്? ജൂലൈ 29 വനസംരക്ഷണ നിയമം എപ്പോഴാണ്? ജമ്മു കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം ആണ് ഈ നിയമം ഉള്ളത് അല്ലെ? അപ്പൊ എപ്പോഴാണ് വനസംരക്ഷണ നിയമം? 1980 നമ്മൾ പറഞ്ഞു. ഡേറ്റ് അറിയാവോ? 25. വനദിനം എന്നാണെന്നറിയാവോ? വനദിനം ഇവിടെ എഴുതാട്ടോ. പറഞ്ഞേ. വനദിനം എന്നാണ്? വെരി ഗുഡ്. മാർച്ച് 21. ജൈവ വൈവിധ്യ ദിനം. ഇവിടെ ഒരു ജൈവ വൈവിധ്യം ഉണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു? അതെ, ജൈവ വൈവിധ്യ നിയമം എന്തൊക്കെ പറഞ്ഞു? 2002 നമ്മൾ പറഞ്ഞു അല്ലെ? പറഞ്ഞ ജൈവ വൈവിധ്യ ദിനം മെയ് 22 കേട്ടോ. ഈ പറയുന്ന രണ്ടിനെയും ഇങ്ങനെ എഴുതിയ 22 ആയി കേട്ടോ. ആ രീതിയിൽ തന്നെ ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ.